നമസ്കാരം. ആരാണ് ഭരണാധികാരി, എന്താണ് ഭരണാധികാരി, എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നമ്മുടെ ഭരണാധികാരികളെക്കുറിച്ച് നമുക്ക് ചില ധാരണകളൊക്കെ ഉണ്ട്. കേരളത്തിൽ പിണറായി വിജയനെക്കുറിച്ച് ജനങ്ങളുടെ ധാരണ എന്തായിരിക്കണം? ഇന്ത്യ ഭരിക്കുന്ന മോദിയെക്കുറിച്ച് ജനങ്ങളുടെ ധാരണ എന്തായിരിക്കണം? പക്ഷേ ഇവരൊക്കെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്താണോ ഭരിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയാണോ ഭരിക്കുന്നത്? ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടോ? ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കാതാക്കി മാറ്റുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പലപ്പോഴും വരാറുണ്ട്. പക്ഷേ ഇവിടെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നു. പക്ഷേ ഞാനിവിടെ ജിതിൻ ജേക്കബിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ പറയുന്ന പോലെ ഇതായിരിക്കണം ഭരണാധികാരി, ഇതാകണം ഭരണാധികാരി. മതതീവ്രവാദികൾക്കെതിരെ നടപടിയെടുത്താൽ മതേതരത്വം തകരുമെന്ന പേടി ആ ആൾക്കില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ എന്തു പറയുന്നു, മനുഷ്യാവകാശക്കാർ എന്തു പറയുന്നു, അതൊന്നും ചിന്തയിലില്ല. ഐക്യരാഷ്ട്രസഭ എന്തു പറയുന്നു, ന്യൂനപക്ഷം എന്തു പറയുന്നു, മാർപ്പാപ്പ എന്തു പറയുന്നു, കോടതി എന്തു പറയുന്നു എന്നതൊന്നും ഈ പറയുന്ന ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഭരണാധികാരിക്ക് പ്രശ്നമേ അല്ല. അയാളെ ഏകാധിപതി എന്ന് വിളിച്ചാലൊന്നും അയാൾക്ക് മൈൻഡ് ചെയ്യില്ല. അയാൾ ലോകം മുഴുവൻ എതിരായി നിന്നാലും അയാൾ കുലുങ്ങില്ല. ചെയ്യുമെന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ നല്ല വെടിപ്പായി ചെയ്യും. അങ്ങനെ ആയിരിക്കണം ഒരു ഭരണാധികാരി. അയാൾക്ക് അയാളുടെ രാജ്യമാണ് വലുത്. സ്വന്തം രാജ്യത്ത് തീവ്രവാദികളെ അഴിഞ്ഞാടാൻ അയാൾ വിടില്ല എന്നുള്ളത് അയാളുടെ ചിന്തയാണ്. അനധികൃത കുടിയേറ്റക്കാരെ കയ്യാമം വെച്ച് അയാൾ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയപ്പെടുന്നു. അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് ഇസ്രായേൽ എന്ന് അയാൾ മാറി മാറി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ട്രംപിനെ കുറിച്ചാണത്. ജൂതവിരുദ്ധത കാണിച്ചാൽ എല്ലാത്തിനെയും പുറത്താക്കും എന്ന് പറയുകയും ചെയ്യുന്നു. മാത്രമല്ല പ്രവർത്തിച്ചും കാണിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ്. അല്ലാഹു അക്ബർ വിളികളോടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്ന, കുഞ്ഞുങ്ങളെ കഴുത്തറത്ത് കൊന്ന, എന്നിട്ട് അവരുടെ മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും ചെയ്തുകൊണ്ട് ആഹ്ലാദിച്ച, തടവിൽ പിടികൂടിയ ഇസ്രയേലി വനിതകളെ ലൈംഗികമായി ഉപദ്രവിച്ച ഹമാസ് എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയ്ക്ക്, ആ സംഘടനയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അമേരിക്കൻ തെരുവിലിറങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും നാടുകടത്താൻ ട്രംപ് ഉത്തരവിട്ട് കഴിഞ്ഞു. ഈ ഹമാസ് അനുകൂലികളായിട്ടുള്ള ഇന്ത്യക്കാരെ കയ്യിലും കാലിലും ചങ്ങലക്കിട്ട് ബന്ധിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമോ എന്ന് അറിയേണ്ടതുണ്ട്. ഇസ്രായേലിനൊഴികെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും സംഘടനകൾക്കുമുള്ള ധനസഹായം അമേരിക്ക നിർത്തലാക്കി കഴിഞ്ഞു. അമേരിക്കയുടെ പണവും ടെക്നോളജിയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ ഇനി പറ്റില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരെ അമേരിക്കയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. മൂക്കിൽ പനി വന്നാലും നമ്പർ 1 കേരളത്തിൻ്റെ ചികിത്സ വേണ്ട, അമേരിക്കൻ ചികിത്സ മതി എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ നികുതിപ്പണം എണ്ണിയെടുത്ത് അമേരിക്കയിലേക്ക് പറക്കുന്ന ഇവിടുത്തെ അന്തം കമ്മികളുണ്ടല്ലോ, ആ കമ്മികൾക്കിത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ജനാധിപത്യത്തിന് ഒത്തിരി പോരായ്മകളുണ്ട് എന്ന് പലരും പറയാറുണ്ട്. അമേരിക്കയും ജനാധിപത്യ രാജ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അമേരിക്ക അല്ല ഇത് തുടങ്ങി വെച്ചത് എന്ന് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ജർമ്മനി, നെതർലൻഡ്, സ്വീഡൻ, നോർവേ തുടങ്ങി അനേകം രാജ്യങ്ങൾ ട്രംപ് ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ് എല്ലാ രാജ്യങ്ങളും ഇത്തരത്തിൽ തുടങ്ങാൻ പോവുകയും ചെയ്യുന്നു. എല്ലാ രാജ്യങ്ങളും, ഈ രാജ്യങ്ങളെല്ലാം തന്നെ ജനാധിപത്യ രാജ്യങ്ങളാണ്. എല്ലാവർക്കും അവരവരുടെ രാജ്യ താല്പര്യങ്ങളാണ് വലുത്. സ്വന്തം രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ ബുദ്ധിജീവികൾ എന്തു പറയുന്നു? മതേതര പട്ടം പോകുമോ? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടാതാകുമോ? മനുഷ്യാവകാശക്കാരും മാധ്യമങ്ങളും എന്തു പറയുന്നു എന്നൊന്നും ഒരു രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ നോക്കാറില്ല. നമ്മുടെ രാജ്യത്തിൽ നോക്കാറുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയിൽ ആരാധനാലയങ്ങളിൽ വരെയാണ് റെയ്ഡ് എന്നോർക്കണം. ഇവിടെ നമുക്ക് നടക്കുമോ? സംഭവിക്കുമോ? അത് അമേരിക്കയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു മാധ്യമവും വാർത്ത കൊടുക്കില്ല. ഇവിടെ കൊടുക്കും. അമേരിക്കയിലെ കോടതികൾക്കും പ്രധാനം അമേരിക്കൻ താല്പര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഇവിടെ എന്താണ് താല്പര്യമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ജനാധിപത്യത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല തീവ്രവാദ പ്രവർത്തനങ്ങളും തീവ്രവാദികളും ഒരു രാജ്യത്തുണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. മറിച്ച് ജനാധിപത്യം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് മാത്രമാണ് തീവ്രവാദം ഉണ്ടാകുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, നമ്മുടെ പേര് മോശമാകുമോ എന്നൊക്കെ വിചാരത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിരുന്നാൽ ആ രാജ്യം തീവ്രവാദികളുടെ കൈകളിൽ എത്തുക തന്നെ ചെയ്യുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. തങ്ങളാണ് ഏറ്റവും വലിയ പുരോഗമനക്കാരെന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ അതിനുവേണ്ടി മാത്രം തീവ്രവാദികളെയും അതിന് പിന്തുണ കൊടുക്കുന്നവരെയും ഒക്കെ തലോടുന്ന
കോടതികൾ. ആ കോടതികളൊക്കെ ലോകത്ത് ഒരേ ഒരു രാജ്യത്ത് മാത്രമേ കാണൂ എന്നുള്ളതാണ്. മതതീവ്രവാദികൾ വാർത്താ ചാനൽ നടത്തി രാജ്യത്തിനെതിരായിട്ടുള്ള വാർത്ത കൊടുക്കുമ്പോൾ പോലും അതിന് കുഴപ്പമില്ല എന്ന് പറയപ്പെടുന്ന കോടതികൾ ലോകത്ത് വേറെ എവിടെയുണ്ട് എന്നുള്ള സൂചന കൂടി നൽകുകയാണ്. ഓർത്തു നോക്കുക. ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ ഹമാസ് അനുകൂല പ്രകടനം നടത്താൻ സമ്മതിച്ചോ? ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ അവരുടെ നാട്ടിലേക്ക് മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ അഭയാർത്ഥികളെ സ്വീകരിച്ചോ? ഒന്ന് ഓർത്തു നോക്കൂ. റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യമെന്ന് പറയപ്പെടുന്ന ഇസ്രായേലാണ് എന്ന് എല്ലാവരും ഓർക്കുക. എന്നിട്ടും ഇസ്രായേൽ കയറി ഭീകരാക്രമണം നടത്തി അവിടുത്തെ സ്ത്രീകളെ അടക്കം പീഡിപ്പിച്ച് കൊന്ന് ആ ഹമാസിനെ തീവ്രവാദി സംഘടനയായി പ്രഖ്യാപിക്കുവാൻ ഇന്ത്യ തയ്യാറായില്ല എന്നത് നന്ദികേടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുംബൈ തീവ്രവാദി ആക്രമണത്തിൻ്റെ സൂത്രധാരന്മാരായിട്ടുള്ള ലഷ്കർ-ഇ തോയ്ബ എന്ന പാകിസ്ഥാൻ കേന്ദ്രമാക്കി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച് ഇന്ത്യക്കൊപ്പം നിന്നവരാണ് ഇസ്രായേൽ എന്ന് പറയപ്പെടുന്നത്. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്കൊപ്പം നിന്നവർ. എന്നിട്ടും ഹമാസിനെയും ഹിസ്ബുള്ളയെയും തീവ്രവാദി സംഘടനകളായി പ്രഖ്യാപിച്ച് നിരോധിക്കാൻ ഇന്ത്യ തയ്യാറായില്ല എന്നുള്ളത് ഖേദകരമാണ്. പക്ഷേ ഇത് ആരെ പേടിച്ചിട്ടാണെന്നറിയില്ല. ഹമാസിനെ ഇന്ത്യയിൽ നിരോധിച്ചാൽ ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നു എന്ന നിലവിളി ഉയരുമെന്നോർത്താണോ എന്നുള്ളത് ചിന്തനീയം. അതോ മാധ്യമങ്ങളെയും കോടതികളെയും പേടിച്ചോ? ആരെ പേടിച്ചിട്ടാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത് ഇന്ത്യ സന്ദർശിക്കുന്ന ഇസ്രായേൽ പൗരന്മാരെ മതതീവ്രവാദികളാക്കാൻ ശ്രമിച്ചിട്ട് പോലും കണ്ട ഭാവം നടിച്ചിട്ടില്ല. അവരെ അറസ്റ്റ് ചെയ്താൽ ചാനൽ ജഡ്ജിമാർ വളഞ്ഞിട്ട് ആക്രമിക്കുമെന്ന് കരുതി ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോ കോടതികളുടെ ആഞ്ഞടി ഭയന്നാണോ? എന്തുകൊണ്ടാണ്? അതോ ന്യൂനപക്ഷ പീഡനം എന്ന ചാപ്പ ഭയന്നാണോ? എന്തുകൊണ്ട്? എന്തിനാണ് ഇങ്ങനെ വിയർക്കുന്നത്? സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന തീവ്രവാദികളെ പോരാളികളെന്ന് വിളിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ പോയി ഒരു ഉളുപ്പുമില്ലാതെ പുകഴ്ത്തൽ നടത്തുന്ന ഭരണാധികാരികളെ എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ്. ഇത് വലിയൊരു ചോദ്യമാണ് കേട്ടോ. കാരണം ജനാധിപത്യ രാജ്യത്താണെങ്കിലും മതരാഷ്ട്രത്തിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ചൈനയിലാണെങ്കിലും ഏകാധിപത്യ രാജ്യങ്ങളിലാണെങ്കിൽ പോലും ഭരണാധികാരികൾക്ക് പ്രാധാന്യം, അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം എന്ന് പറയുന്നത് രാജ്യ താല്പര്യങ്ങൾക്കാണ്. സ്വന്തം രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും അതിൻ്റെ മൂല്യങ്ങൾക്കും രാജ്യ താല്പര്യങ്ങൾക്കുമെതിരെ ആര് എന്ത് ചെയ്താലും അതിനെ അവിടെയുള്ള ആ നേതാക്കന്മാർ വളരെ ശക്തമായി നേരിടുകയും അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ട്. ഭരണഘടന എന്തു പറയുന്നു, ലോകം എന്തു പറയും, കോടതികൾ എന്തു പറയും, മാധ്യമങ്ങൾ എന്തു പറയും, ഇതൊന്നും നോക്കാതെ ആവശ്യമെന്ന് കണ്ടപ്പോൾ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഓർക്കുന്നുണ്ടാകും. റഷ്യ ഒഴികെ ലോകം മുഴുവൻ പാകിസ്ഥാനൊപ്പം നിന്നപ്പോൾ ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെ യുദ്ധം ചെയ്ത് തകർത്തു. ലോകം മുഴുവൻ എതിരാകുമെന്ന് ഉറപ്പായിട്ടും അടൽ ബിഹാരി വാജ്പേയി ആണവ പരീക്ഷണം നടത്തി. നമുക്കുമുണ്ട് വലിയ വലിയ മാതൃകകൾ ഇങ്ങനെ ചൂണ്ടിക്കാട്ടുവാൻ. ഇവരെയൊന്നും മറക്കാൻ കഴിയില്ല. സഹിഷ്ണുത പുഴങ്ങിയിരുന്നാൽ അമേരിക്ക എന്ന ജനാധിപത്യ രാജ്യമുണ്ടാകില്ല എന്ന് ട്രംപിന് മനസ്സിലായി. അമേരിക്കൻ ജനതയുടെ നികുതി പണം കൊണ്ട് തീവ്രവാദികൾ തിന്നു ചേർക്കേണ്ട എന്ന് അയാൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. അമേരിക്കൻ മണ്ണിൽ നിന്നും തീവ്രവാദികളെ ഓടിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഉള്ളതിൻ്റെ 10 മടങ്ങ് കരുത്തോടുകൂടി മറ്റു രാജ്യങ്ങളും ഇത് തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. തുടങ്ങുക തന്നെ ചെയ്യും. ജനാധിപത്യത്തിന് കരുത്തില്ല. ചൈനയെപ്പോലുള്ള ഏകാധിപത്യ രാജ്യങ്ങൾക്കും ഇസ്ലാമിക രാജ്യങ്ങൾക്കും മാത്രമേ സ്വന്തം രാജ്യത്തിന് എതിരായി നിൽക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിന് അകത്തുള്ള തീവ്രവാദികളെ അടക്കം അടിച്ചമർത്താൻ പറ്റൂ എന്നൊക്കെയുള്ള ചില വാദങ്ങളുണ്ട്. ആ വാദത്തിന് യാതൊരു തരത്തിലുള്ള കഴമ്പുമില്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ട്രംപിന് ചെയ്യാമെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. ജനാധിപത്യമാണെങ്കിലും ഏകാധിപത്യമാണെങ്കിലും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെളിയിച്ചിരിക്കുന്നത്. അങ്ങനെ തെളിയിക്കുവാൻ കരുത്തുള്ള നേതാക്കന്മാർ, അത്തരത്തിലുള്ള ഭരണാധികാരികൾ ഇന്ത്യയിലുണ്ടോ? അങ്ങനെ ഭരിക്കാൻ കെട്ടുറപ്പുള്ള ഒരു മനസ്സുള്ളവർ ഇന്ത്യയിലുണ്ടോ? മതവർഗ രാഷ്ട്രീയ സാംസ്കാരിക ചിന്തകൾക്കപ്പുറം നിന്നുകൊണ്ട് ഇന്ത്യക്കാരെ സംരക്ഷിച്ചു നിർത്താൻ കരുത്തുള്ള കെൽപ്പുള്ള ഭരണാധികാരികൾ ഇന്ത്യയിലുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഈ ഇന്ത്യക്ക് ഇനിയും ഉയരാം. അമേരിക്കയിൽ ട്രംപ് കാണിച്ച അതേ പാത നമുക്കും പിന്തുടരാം. വർഗീയ പ്രീണനങ്ങളില്ലാതെ, ന്യൂനപക്ഷ പ്രീണനങ്ങളില്ലാതെ,
ജനങ്ങളുടെ സ്വത്തിനും അവരുടെ ജീവനും സംരക്ഷണം നൽകി അവരെ വികസന പാതയിലേക്ക് എത്തുക അല്ലെങ്കിൽ എത്തിക്കുക എന്ന ലക്ഷ്യബോധമുള്ള ഭരണാധികാരികളുണ്ടെങ്കിൽ, ഒരാളുടെ മുമ്പിലും ഓച്ചാൻസിക്കാൻ മടിയില്ലാത്തവരുണ്ടെങ്കിൽ, ഭരണത്തിൽ മാത്രമേ കഴിയൂ ഇതെല്ലാമെന്ന് പറഞ്ഞ് ഭരണ കസേരകളിൽ തൂങ്ങിക്കിടക്കാൻ മടിയില്ലാത്തവരുണ്ടെങ്കിൽ, ഇന്ത്യ ഇനിയും മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും.